തൃശ്ശൂർ കിച്ചൺ ആൻഡ് വ്ളോഗിൽ ഇന്ന് ചെയ്യുന്നത് ബ്രെഡ് റോസ്റ്റാണ്. നമ്മളുടെ നാടൻ ചായക്കടയിലൊക്കെ കിട്ടുന്ന ബ്രെഡ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ബ്രെഡ്, ഒരല്പം എള്ള്, പഞ്ചസാര, പിന്നെ യെല്ലോ കളറ്, ഒരല്പം സോഡാപ്പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം, ഓയിൽ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത്. നമ്മൾക്ക് ആദ്യം ഈ മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ച് ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പഞ്ചസാര എന്നിവ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ സോഡാപ്പൊടി ഇടുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഈ മാവ് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. പിന്നെ ഒരല്പം ലെമൺ യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നമ്മൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരല്പം എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളുടെ ബാറ്ററിലേക്ക് ഓരോ ബ്രെഡ് മുക്കി നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾക്കത് ഇട്ട് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ കോരി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഇളം ബ്രൗൺ ആയി വരുമ്പോൾ നമ്മൾക്കിത് കോരി മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡും നമ്മൾക്ക് ഇതേമാതിരി മുക്കി ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ എനേബിൾ ആക്കി ഓൾ സെലക്ട് ചെയ്യുക.